ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഡൽഹി നഴ്സിംഗ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ്, മാനുവലി ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല അവർ. അപ്പം NOCയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഡൽഹി നഴ്സിംഗ് കൗൺസിൽ ഇല്ലല്ലോ, ഇല്ല. DNC യെസ് ഉണ്ടോ? No physical visit with applicants to Delhi Nursing Council. ലോഗിൻ ചെയ്യണം. സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് മീൻസ് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതാ ഇങ്ങനെ കാണിക്കുന്നത്. അത് ഓൺലൈൻ സർവീസിൻ്റെ അകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ഫോർ NOC അത് ക്ലിക്ക് ചെയ്യണം. അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് ഇത് കാണിക്കും. ഒരുപക്ഷെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ID ക്രിയേറ്റ് ചെയ്യാൻ നേരം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും. അപ്പം ചിലപ്പം സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ഡീറ്റെയിൽസ് അതിലില്ലാന്ന് കാണിക്കും, അല്ലെങ്കിൽ റോങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു നമ്പർ ഇമെയിൽ ID വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മെയിൽ ചെയ്യണം. എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഇത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് മെയിൽ ചെയ്യണം. അപ്പോൾ അത് അവർ റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കും. ഇയർ പ്രോബ്ലം സോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് റിപ്ലൈ അയക്കും. എനിക്കങ്ങനെ സംഭവിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പോൾ അത് ആക്റ്റീവായി. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്, NOC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് candidates needs to apply to respective council, apply for NOC from DNC. Only after getting a dispatch number of NOC request letter from the respective council. ആദ്യം നഴ്സിംഗ് കൗൺസിൽ പോകണം. ഇപ്പോൾ കർണാടകയാണ്, കർണാടക നഴ്സിംഗ് കൗൺസിലിൽ പോയി അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ലെറ്റർ തരും. ആ ലെറ്ററിൽ ഈ റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും. ആ ലെറ്ററും നമ്മുടെ ഡൽഹി നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായിട്ട് അവർ അറ്റാച്ച് ചെയ്തൊരു എൻവലപ്പ് തരും. അതാണ് നമ്മൾക്ക് ഡൽഹി നഴ്സിംഗ് കൗൺസിലിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ നമ്പറാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ പാസ്പോർട്ട് ഫോട്ടോ, പിന്നെ ഡൽഹി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ല ഫോട്ടോ കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തില്ല. ഒറിജിനൽ ഡോക്യുമെൻറ്റിൽ നിന്ന് സ്കാൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം നെക്സ്റ്റ് ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേണം. അപ്പം ഇവിടെ നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് 590 രൂപ, അത് ഓൺലൈൻ പേ ചെയ്യണം. പ്രൊസീഡ് ടു പേ. നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ്. പേയ്മെൻറ്റിന് ശേഷം പിന്നെ കാണിക്കും ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നമ്മൾ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണം. ഒറിജിനൽ ഡൽഹി നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്, കർണാടക നഴ്സിംഗ് കൗൺസിൽ തരുന്ന NOC റിക്വസ്റ്റ് ലെറ്റർ, ആ കൂട്ടത്തിൽ അവർ അതിൻ്റെ ഒരു കോപ്പി, DNCയുടെ ഒരു കോപ്പി, അതായത് ഡൽഹി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു എൻവലപ്പിൽ. അപ്പോൾ ഇതും രണ്ടും നമ്മുടെ ഒറിജിനൽ DNC സർട്ടിഫിക്കറ്റും കൂടി കൗൺസിലിലേക്ക് അയച്ചു കൊടുക്കണം. അതിനുശേഷം ആ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്ത് കർണാടക നഴ്സിംഗ് കൗൺസിലിലേക്ക് NOC കൊടുക്കുമെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കൺഫർമേഷൻ അക്നോളജ്മെൻറ്റ് ലെറ്റർ കിട്ടുന്നുണ്ട് പേയ്മെൻറ്റ് കഴിയുമ്പോൾ. അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചോണം. അത് പ്രിൻ്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കത് റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അത് ഓപ്ഷൻ ഉണ്ട്. ഈ രജിസ്ട്രേഷൻ
NOC രജിസ്ട്രേഷൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്രിൻറ്റ് കൺഫർമേഷൻ പേജ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ പേജ് അത് കാണിക്കും. അത് പ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് കൊടുത്ത് നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്തിട്ടാണ് സിസ്റ്റത്തിൽ. എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല, മേ ബി ലേറ്റർ ആവശ്യം വന്നേക്കും. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സെൻഡ് ചെയ്തെന്നല്ല, അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരിക്കും കാര്യങ്ങളെല്ലാം. അപ്പം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു മെയിൽ വരും. ആ മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒറിജിനൽ DNC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെൻഡ് ബൈ പോസ്റ്റ്, പിന്നെ റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസേൺ കൗൺസിൽ, കർണാടക കൗൺസിൽ ആണെങ്കിൽ അവിടെ നിന്ന് അത് രണ്ടും അവർക്ക് അയച്ചു കൊടുക്കണം. നമ്മളൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കൗൺസിലിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. ലെറ്റർ നമ്മൾ തന്നെ ഈ കൂടുതൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അവരത് റിസീവ് ചെയ്യും. പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും വെരിഫൈ ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും. അതിനുശേഷം അവരത് നമുക്ക് മെയിൽ അയച്ചു തരും, NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അവർ കൺസേൺ കൗൺസിലിലേക്കും അവർ ബൈ പോസ്റ്റ് അയക്കുമെന്നാണ് അറിവ്, അല്ല മെയിലും അയക്കും അവർ. പിന്നെ കൗൺസിലുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടുന്ന് നമ്മൾ റിന്യൂ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.